അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 183. ഡോറിൽ ആരോ തുടരെ തുടരെ തട്ടുന്ന ശബ്ദം കേട്ടാണ് ജ്വാല ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അവൾ കണ്ണുകൾ തുറന്ന് നേരെ കിടക്കാൻ നോക്കിയെങ്കിലും അഗ്നി തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കാലുകൾ കൂടി അവളുടെ ദേഹത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ടവൻ. ജ്വാല അവന്റെ നെഞ്ചിന്ന് മുഖമുയർത്തി പതിയെ അവന്റെ മുഖത്തേക്ക് നോക്കി. നല്ല ഉറക്കത്തിലാണ് ആളപ്പോഴും. ഡി ജ്വാലെ, വീണ്ടും ഡോറിൽ തട്ടിക്കൊണ്ട് വിളിക്കുന്നുണ്ട്. ജ്വാല അത് ആരാണെന്നറിയാനൊന്ന് ശ്രമിച്ചു. ജ്വാലെ, പൊന്നുവിന്റെ ശബ്ദം. ആ പൊന്നു, എന്താ? ജ്വാലയും ചോദിച്ചു. എടി, മതി ഉറങ്ങിയത്. നീ അഗ്നിയേട്ടനെ വിളിച്ചിട്ട് താഴേക്ക് വാ. സമയം 2 മണിയായി. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അവിടെ. പൊന്നു വിളിച്ചു പറഞ്ഞു. 2 മണിയായോ? ജ്വാല അമ്പരന്ന് പോയി. ആ വരാ, അവള് പറഞ്ഞു. ആ എന്നാ വേഗം വാ, എല്ലാരും നിങ്ങളെ കാത്തിരിക്കുക. അതും പറഞ്ഞ് പൊന്നു അവിടുന്ന് താഴേക്ക് പോകുന്നത് ജ്വാല അറിഞ്ഞു. അവൾ അഗ്നിയെ നോക്കി. എന്തൊരു ഉറക്ക ഇത്! ആന കുത്തിയാ പോലും അറിയില്ലല്ലോ. ഇത്ര ഉറക്കം ഞാൻ സംസാരിച്ചിട്ടും വല്ല കുലുക്കുണ്ടോന്ന് നോക്കിയേ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ പതിയെ അഗ്നി ചുറ്റിപ്പിടിച്ച കൈകളെ എടുത്തു മാറ്റാൻ ശ്രമിച്ചു. അതേ സമയത്ത് തന്നെ അഗ്നി കണ്ണു തുറന്ന് അവളെ നോക്കി കള്ളച്ചിരിയോടെ. ജ്വാലയുടെ ചുണ്ടു കൂർത്തു. ആഹാ, ഉണർന്നു കിടക്കുമായിരുന്നോ? എന്നിട്ടാണോ ഇപ്പോഴും പിടിച്ചു വച്ചേക്കുന്നെ? വിട് ദേവേട്ട, സമയം ഒരുപാടായിന്ന്. താഴെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അവൾ അവന്റെ കൈകൾ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവും ഞാൻ. നല്ല സുഖം ഇങ്ങനെ കിടക്കാൻ. ഇവിടെയാണെങ്കിൽ നോക്കിയ നീ, ഒരു AC-യുടെ ആവശ്യമില്ല. എന്തൊരു തണുപ്പാ! അഗ്നി ഒന്നുകൂടി അവളെ വെരിഞ്ഞു മുറുക്കി. അവൻ പറഞ്ഞത് ശരിയാണെന്ന് ജ്വാലയ്ക്കും തോന്നി. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് അവിടെ മുഴുവൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കാനും നല്ല സുഖമുണ്ട്. അവള് ചിരിയോടെ അവനെ നോക്കി. ഇത്ര സുഖം മതി, അങ്ങോട്ട് വിട്ടേതേ വേട്ടാ, എനിക്ക് വിശക്കുന്നൂന്ന്. അവള് ചുണ്ടു വിളർത്തി. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അത് പറഞ്ഞിട്ടും ചെക്കന് വാശി തന്നെ. എന്റെ കണ്ണ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും ഈ മനുഷ്യന്റെ തലയ്ക്ക് ആരെങ്കിലും അടിച്ചോ? ദേവേട്ടാ, തമാശ കാണിക്കല്ലേട്ടോ. നല്ല ദേവേട്ടനല്ലേ. ഇത്രയും നേരമായിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരുന്ന അവർക്ക് എന്ത് കരുതും? വിടന്നേ. അവള് ചിണുങ്ങി. അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി. ആകെ മുഖമൊക്കെ വീർപ്പിച്ചു വെച്ചിട്ടുണ്ട് പെണ്ണ്. പതിയെ അവൻ അവളെ വിട്ടു. എണീറ്റ് ദേവേട്ടാ, നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങോട്ട്. അതും പറഞ്ഞ് ജ്വാല നേരെ ബാത്റൂമിലേക്ക് നടന്നു. അഗ്നിയും പതിയെ എഴുന്നേറ്റിരുന്നു. ജ്വാല മുഖം കഴുകി വന്നതും അവളെ ചിരിയോടെ നോക്കിക്കൊണ്ട് അവനും ബാത്റൂമിലേക്ക് നടന്നു. തിരികെ വരുമ്പോഴേക്കും അഗ്നി വേഷം മാറിയിരുന്നു. ജ്വാല പുഞ്ചിരിച്ചതും അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് താഴേക്ക് നടന്നു. ആ വന്നൂലോ എന്റെ കുട്ടികളെ, എത്ര നേരമായി എല്ലാരും നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്നോ? അഗ്നിയും ജ്വാലയും ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും വസുന്ധര പറഞ്ഞു. ജ്വാല അഗ്നിന്ന് അകന്നു മാറി അവരെ നോക്കി ചിരിച്ചു. ഉറങ്ങിപ്പോയ അച്ഛമ്മ, ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് വന്നതിന്റെ ക്ഷീണം. അഗ്നി പുഞ്ചിരിയോടെ പറഞ്ഞു. വസുന്ധര ചിരിച്ചതേയുള്ളൂ. എന്നിട്ട് ഞങ്ങൾക്കൊന്നും ക്ഷീണമില്ലായിരുന്നല്ലോ. അപ്പോ ഒരാക്കലോടെ അഗ്നിയെ നോക്കി. അഗ്നി അവനെ തറപ്പിച്ചൊന്ന് നോക്കി. അല്ല, ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ നോട്ടം കണ്ടതും അപ്പു എന്തോ പറയാൻ തുടങ്ങി. അവനെ നോക്കി അമർത്തി മൂളിക്കൊണ്ട് അഗ്നി കൈ കഴുകാനായി അടുക്കള വശത്തേക്ക് നടന്നു. അവനൊപ്പം തന്നെ ജ്വാലയും പോയി. മുറ്റത്ത് വലിയൊരു ചെമ്പിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. അഗ്നി കൈ കഴുകി നീങ്ങി നിന്നതും ജ്വാലയും കൈ കഴുകി അവനെ ഒന്ന് നോക്കി. എന്തേ? അഗ്നി ചോദിച്ചു. അവരൊക്കെ ഒരുമാതിരി നോക്കുന്നു, കളിയാക്കുന്ന പോലെ. ജ്വാല പരിഭവത്തോടെ പറഞ്ഞു. ഓ അതാണോ? അതൊന്നും നീ ശ്രദ്ധിക്കണ്ട. വേഗം വന്ന് കഴിക്കാൻ നോക്ക്. എന്നിട്ട് ഇവിടെയൊക്കെ കൊണ്ടുപോവാ ഞാൻ. അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് തൊട്ടുകൊണ്ട് അഗ്നി പറഞ്ഞു. ജ്വാല സന്തോഷത്തോടെ തലയാട്ടി. അഗ്നി അവളുമായിട്ട് അകത്തേക്ക് നടന്നു. പിന്നെ ദേവേട്ടാ, എനിക്ക് വാരി തരുമൊന്നും വേണ്ടാട്ടോ. ഞാൻ തനിയെ കഴിച്ചോളാം. ജ്വാല അഗ്നിയെ ഇടം കണ്ടിട്ട് നോക്കി. അതെന്താ അങ്ങനെ? അവൻ പുരികമുയർത്തി. ഒന്നുമില്ല. അതിവിടെ മനോട്ടനും ശ്രീചേച്ചി, മാനസ ചേച്ചി, ഋഷിയേട്ടനൊക്കെ ഉള്ളതല്ലേ. അവരൊക്കെ കണ്ടാ എന്ത് കരുതും? അവള് വിരല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അവരെന്ത് കരുതാനാ? ഞാൻ എൻ്റെ ഭാര്യയ്ക്കല്ലേ വാരി കൊടുക്കുന്നേ. അവരും വേണമെങ്കിൽ അവന്മാരുടെ ഭാര്യമാർക്ക് വാരി കൊടുത്തോട്ടെ. അഗ്നി കൂസലില്ലാതെ പറഞ്ഞു. എന്നാലും വേണ്ട ദേവേട്ടാ, എനിക്ക് നാണാ. അവള് ചമ്മലോടെ പറഞ്ഞു. അഗ്നി അവളെ സൂക്ഷിച്ചു നോക്കി. എന്താ ഇപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു നാണമൊക്കെ? നമ്മുടെ വീട്ടിൽ നിന്ന് നിനക്ക് ഞാൻ തന്നെയല്ലേ വാരി തന്നിരുന്നേ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതെ, അവരൊക്കെ നമ്മുടെ സ്വന്തം അല്ലേ. അപ്പൊ എനിക്ക് മടിയൊന്നും തോന്നിയിട്ടില്ല. ഇത് പക്ഷെ ഋഷിയേട്ടനൊക്കെ അതാ, അവരോടൊക്കെ പരിചയമായിട്ട് വരുന്നില്ലേ ഉള്ളൂ. അവൾ ഇളിച്ചു. അഗ്നി കനപ്പിച്ചൊന്ന് മൂളി. പിണക്കായോ എന്നോട്? ജ്വാല അവനോട് ഒട്ടിക്കൊണ്ടു നിന്നു. ഇല്ലല്ലോ. പിന്നെ എന്റെ ഭാര്യയ്ക്ക് ഇത്രയൊക്കെ നാണുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഋഷി വേണമെങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുത്തോട്ടെ. അല്ലാതെ ഇതിനൊക്കെ നാണിക്കണോ എന്റെ പൂച്ചക്കുട്ടി? അഗ്നി അവളുടെ കവിളിൽ പതിയെ കടിച്ചു. അതുണ്ടല്ലോ ദേവേട്ടാ, ഞാൻ ഏട്ടത്തിയല്ലേ. അപ്പോ കുറച്ച് പക്വതയൊക്കെ വേണം. അതാ ദേവേട്ടൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
വലിയ കാര്യം പോലെ അതും പറഞ്ഞുകൊണ്ട് അവൾ അഗ്നിയിൽ നിന്ന് അകന്നു മാറി ഹാളിലേക്ക് നടന്നു. അഗ്നി അവള് പോകുന്നത് നോക്കി വാപൊളിച്ച് നിന്നുപോയി. പക്വതേ ഇവൾക്കോ! എന്റെ മഹാദേവ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നോ എന്തോ! ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് അഗ്നിയും ജ്വാലയ്ക്ക് പിറകെ നടന്നു. അഗ്നിയുടെ അടുത്തായിട്ട് തന്നെയാണ് ജ്വാല ഇരുന്നത്. സദ്യയാണ് റെഡിയാക്കിയിരിക്കുന്നത്. രേഖ വാഴയില ഓരോരുത്തർക്കും മുന്നിലേക്ക് വെച്ചു കൊടുത്തു. പതിയെ ഓരോരുത്തരായിട്ട് ചോറും കറികളും ഉപ്പേരികളെല്ലാം വിളമ്പാൻ തുടങ്ങി. ജ്വാല അഗ്നിയൊന്ന് നോക്കി. കഴിക്ക്. അവളുടെ നോട്ടം കണ്ടതും അവൻ പറഞ്ഞു. ജ്വാല ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പതിയെ സാമ്പാറും കൂട്ടി ചോറ് കഴിക്കാൻ തുടങ്ങി. ഒന്ന് മുഖമുയർത്തി നോക്കിയപ്പോഴാണ് തറവാട്ടിലെല്ലാവരും തന്നെ നോക്കിയിരിക്കുന്നത് അവള് കണ്ടത്. എന്തേ? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. അല്ല, മീനൂട്ടി പറഞ്ഞത് അഗ്നിയേട്ടൻ എന്നും നിനക്ക് വാരിത്തരുന്നാണല്ലോ. എന്നിട്ട് ഇന്നെന്തപ്പോ തനിയെ വാരി കഴിക്കുന്നേ? മാനസി കുറുമ്പോടെ ചോദിച്ചു. ജ്വാല അവളെ കണ്ണുമിഴിച്ചു നോക്കി. പതിയെ തനിക്കരികിലിരിക്കുന്ന മീനുവിനെ കൂർപ്പിച്ചെന്ന് നോക്കി. ഈ അതേട്ടത്തി, ഞാനൊരു ഫ്ലോയിൽ അറിയാതെ. അവളുടെ നോട്ടം കണ്ടത് മീനു ഇളിച്ചു. പോടി! ജ്വാല ചുണ്ടു വിളർത്തി. അത് കണ്ട് എല്ലാവരും ചിരിച്ചുപോയി. അതെ, ആരും ചിരിക്കണ്ടാട്ടോ. എന്റെ കുഞ്ഞ, നിന്റെ കേട്ടത്തിയല്ലേടി? അപ്പൊ കുറച്ച് പക്വത കാണിച്ചതാ. നിനക്കൊക്കെ ഇത് വല്ലതും അറിയാവോ? ജ്വാലയൊന്ന് പാളി നോക്കിക്കൊണ്ട് അഗ്നി മാനസിയോട് പറഞ്ഞു. അതുകൂടി ആയതും അവിടെ എല്ലാവരുടെയും ചിരി പൊട്ടിച്ചിരിയായി മാറി. ദേവേട്ടാ, എന്നെ കളിയാക്കാണോ? ജ്വാല ദേഷ്യത്തോടെ ചോദിച്ചു. ഏയ്, ഞാനുള്ളതല്ലേ പറഞ്ഞേ. നീയല്ലേ നേരത്തെ പറഞ്ഞേ നീ ഏട്ടത്തി. മതി, ഇനിയൊന്നും പറയണ്ട. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നാ എനിക്ക് വാരിത്തായോ? അഗ്നി വീണ്ടും പറയാനൊരുങ്ങിയതും അവനതിന് സമ്മതിക്കാതെ ജ്വാല പെട്ടെന്ന് അവളുടെ ഇലയിലെ ചോറ് കൂടി അഗ്നിയുടെ ഇലയിലേക്ക് ഇട്ടുകൊടുത്തു. അഗ്നി പൊട്ടിവന്ന ചിരി ഒതുക്കി പിടിച്ചു. അങ്ങനെ വഴിക്ക് വാ, അവളൊരു ഏട്ടത്തി വന്നേക്കുന്നു. നീ എന്നും എൻ്റെ കുഞ്ഞാ. അങ്ങനെ ആയാ മതി എപ്പോഴും. മനസ്സിലായോടി? കുറുമ്പോട് അവളോട് ചോദിച്ചുകൊണ്ട് അഗ്നി അവൾക്ക് നേരെ ചോറുരുള നീട്ടി. ജ്വാല ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചു. അഗ്നി ജ്വാലയ്ക്ക് വാരിക്കൊടുക്കുന്നത് കണ്ട് മാനസി മുഖം വീർപ്പിച്ചുകൊണ്ട് ഋഷിയെ നോക്കി. അത് കണ്ടതും വായിലുള്ള ചോറ് വിഴുങ്ങിക്കൊണ്ട് അവൻ അവളെ മിഴിച്ചു നോക്കി. മാനസി ദേഷ്യത്തോടെ അവനീന്ന് മുഖം വെട്ടിച്ചു കളഞ്ഞു. ഋഷി വാപൊളിച്ചു പോയി. പതിയെ അഗ്നിയെ നോക്കിയപ്പോ അവനും അവളും ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിക്കുകയാണ്. സ്വന്തം അളിയന്റെ കഞ്ഞി പാറ്റ വാരിയിട്ടിട്ട് തന്നെ വേണോടോ മനുഷ്യ തനിക്ക് അവൾക്ക് വാരിക്കൊടുക്കാൻ? ഋഷി നെടുവീർപ്പിട്ടു. അവന്റെ നോട്ടം നേരെ പോയത് ശ്രീജയിലേക്കും മനുവിലേക്കുമാണ്. അവിടെ മനുവിനെ തുറിച്ചു നോക്കുന്ന ശ്രീജയെ കണ്ടതും ഋഷിക്ക് ചിരി വന്നു പോയി. മനു ദയനീയമായി അവളെ നോക്കുന്നുണ്ട്. ഹാവൂ, ഇപ്പൊ എന്തോ ഒരു ആശ്വാസം. ഋഷി ചിരിയോടെ പതിയെ പറഞ്ഞു. അപ്പു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ അവിടെയുള്ള എല്ലാവരിലൂടെയും ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഋഷിയുടെ മനുവിന്റെ അവസ്ഥ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈശ്വര, ഒരു കുടുംബകലഹത്തിന് സ്കോപ്പ് ഉണ്ടെന്നൊരു അശരീരിയല്ലേ ആ കേൾക്കുന്നേ? അവൻ ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. അവൻ അഗ്നിയും ജ്വാലയും നോക്കി. അഗ്നി അവൾക്ക് വാരിക്കൊടുക്കുകയും ഒപ്പം അവൻ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പാവം, ഇവരറിയുന്നില്ലല്ലോ ഇവര് കാരണം ഒരടി എപ്പോ വേണമെങ്കിലും നടക്കാന്ന്. ചോറ് വാരി കൊടുക്കാത്ത ദാമ്പത്യം ഇന്ന് തകരും. അവന് ചിരിയും വന്നുപോയി. എന്തിനാടാ ചിരിക്കുന്നേ? അപ്പു പെട്ടെന്ന് ചിരിച്ചതും വ്യാസ ചോദിച്ചു. ഏയ്, ഒന്നുമല്ല വ്യാസേട്ടാ. കല്യാണം കഴിഞ്ഞ ഭാര്യയ്ക്ക് ഇടയ്ക്കൊക്കെ ഭക്ഷണം വാരി കൊടുക്കണമെന്ന് പറയായിരുന്നു ഞാൻ. അപ്പു വ്യാസിന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു കൊടുത്തു. അവന് പെട്ടെന്ന് അപ്പു പറഞ്ഞത് കത്തിയില്ലെങ്കിലും ഋഷിയുടെയും മനുവിന്റെയും മുഖം കണ്ടപ്പോൾ അവൻ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. വ്യാസനും അറിയാതെ ചിരി വന്നുപോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ജ്വാല കുറച്ചുനേരം ശ്രീജയുടെ കയ്യിലിരിക്കുന്ന 1.5 വയസ്സുകാരൻ സച്ചിൻ എന്ന സച്ചൂട്ടനെ എടുത്ത് കളിപ്പിച്ചു. ജ്വാല എടുത്ത സമയം കൊണ്ട് തന്നെ ചെക്കൻ അവളുടെ തലമുടിയെല്ലാം പിടിച്ചു വലിച്ചു കഴിഞ്ഞിരുന്നു. ആള് നല്ല കുറുമ്പനാണ്. മീനു ചെക്കനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. ചെക്കൻ അവന്റെ ഭാഷയിൽ അവളോടും തിരികെ എന്തൊക്കെയോ പറഞ്ഞ് അവളെ അടിക്കുന്നുണ്ട്. വെറുതെ അല്ല പിള്ളേർക്കൊന്നും മീനുവിനെ അത്ര പിടുത്തമില്ലാത്തതെന്ന് ജ്വാലയ്ക്ക് മനസ്സിലായി. ഇതല്ലേ സ്വഭാവം. കുട്ടികളോട് എങ്ങനെ നിൽക്കണമെന്ന് പോലും പെണ്ണിനെ അറിഞ്ഞൂടാ. കുറച്ചു നേരം ജ്വാലയുടെ കയ്യിലിരുന്നപ്പോഴേക്കും ചെക്കൻ നിലത്തേക്ക് ഇറങ്ങാൻ വാശി കാണിക്കുന്നുണ്ടായിരുന്നു. ജ്വാല ശ്രദ്ധയോടെ അവനെ താഴെ ഇറക്കി. ഈ സമയമെല്ലാം അഗ്നി ജ്വാലയെ നോക്കിക്കൊണ്ട് അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ജ്വാല അഗ്നിയെപ്പോലും ശ്രദ്ധിക്കാതെ കുട്ടികളെ കളിപ്പിക്കുകയാണ്. അത് കണ്ട് പരിഭവം തോന്നിയെങ്കിലും അവള് ഹാപ്പിയാണല്ലോ എന്നത് അവനിലും ആശ്വാസം പരത്തി. ഋതുമോള് പൊന്നുവിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ആളെന്തൊക്കെയോ പൊന്നുവിനോട് ചോദിക്കുകയാണ്. പൊന്നു അവള് പറയുന്നതെല്ലാം ചിരിയോടെ കേട്ടിരിക്കുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞതും പിള്ളേര് രണ്ടും അവരുടെ വഴിക്ക് പോയതും ജ്വാല അവിടെയെല്ലാം കാണണമെന്ന് അച്ചമ്മയോട് പറഞ്ഞു. കണ്ണാ, മോളെയും കൂട്ടി ഇവിടെയെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക്. വസുന്ധര പറഞ്ഞു. ശരി അച്ചമ്മേ. അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ അഗ്നി സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ കാവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു വേണോട്ടോ. ഉച്ച കഴിഞ്ഞ് നേരാ, സർപ്പങ്ങളെങ്ങാനും ഉണ്ടാവും. അവര് പറഞ്ഞതും ജ്വാലയും പൊന്നും ഞെട്ടി. സർപ്പോ? എവിടെയോ? പൊന്നു പേടിയോടെ ചോദിച്ചു. അപ്പൂന് ചിരി വന്നു പോയി. അതെ, അതിന് നീ എന്തിനാടി നാഗവല്ലി പേടിക്കുന്നെ? നീ അവറ്റോളെ പോയി ചവിട്ടിയാൽ പോലും അവറ്റോള് നിന്നെ ഒന്നും ചെയ്യില്ല. അവരെക്കാൾ വിഷമുള്ള എന്നെ കണ്ടാ തിരികെ പൊക്കോളും.
അപ്പു അവളെ കളിയാക്കി. "പോടാ മരപ്പട്ടി!" പൊന്നു ദേഷ്യത്തോടെ വിളിച്ചു. അത് കേട്ട് എല്ലാവരും ചിരിച്ചുപോയി. "ഏട്ടാ, ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തന്നെയല്ലേ ഏട്ടൻ പറഞ്ഞേ? അല്ലാതെ നിർബന്ധിച്ച് പിടിച്ച് കെട്ടിക്കൊന്നല്ലല്ലോ അല്ലേ?" മധു തമാശ പോലെ ചോദിച്ചു. "അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ?" മോഹനും ചിരിയാണ്. "അല്ല, ഇവര് തമ്മിലുള്ള ചേർച്ച തന്നെ കണ്ടില്ലേ? രണ്ടാളും തമ്മിൽ എപ്പോഴും ഇങ്ങനെ അടിയാണോ? അത് കണ്ട് ചോദിച്ചതാ." മധു ചിരിയോടെ പറഞ്ഞു. "ഓ, അതൊന്നും പറയണ്ട ചെറിയച്ച. ആദ്യം കണ്ടപ്പോ തൊട്ട് കീരിയും പാമ്പും പോലെ രണ്ടെണ്ണോ. പിന്നെ ഇപ്പൊ പറയുന്നു പരസ്പരം ഇഷ്ടാണെന്ന്. ഞങ്ങൾക്ക് തന്നെ ഇവരുടെ കാര്യത്തിൽ കൺഫ്യൂഷനാ. എന്തൊക്കെയാണോ എന്തോ." അഗ്നി കൈമലർത്തി. അപ്പു എല്ലാവരെയും നോക്കി ഇളിച്ചതേയുള്ളൂ. "അത് ഈ അപ്പേട്ടൻ എന്നെ വെറുതെ ചൊറിഞ്ഞിട്ടാ അച്ഛമ്മേ, അല്ലാതെ ഞാനല്ല. ഇപ്പൊ തന്നെ എല്ലാരും കണ്ടതല്ലേ, എന്നെയല്ലേ കളിയാക്കിയേ?" പൊന്നു അപ്പുവിനെ കൂർപ്പിച്ചു നോക്കി. ചെക്കൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാണ്. അത് ശരിയാ. എടാ അപ്പു, അടങ്ങിക്കേ. മോളെ വെറുതെ കളിയാക്കാതെ. നീ പൊന്നൂനെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടെയെല്ലാം കാണിച്ചു കൊടുക്ക്. കണ്ണാ, നീ ജ്വാലമോളെ കൊണ്ട് പൊക്കോ." അച്ചമ്മ തീരുമാനം പോലെ പറഞ്ഞു. അപ്പു ആണെങ്കിൽ മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്ന പോലെ കണ്ണൊക്കെ വിടർത്തി നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ടും അവന് പൊന്നൂനെ ഒന്ന് തനിച്ചു കിട്ടിയിരുന്നില്ല. അവളുമായിട്ട് അല്പനേരം ഒരുമിച്ചിരിക്കാൻ അവൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അച്ചമ്മ പറയുന്നത് കേട്ട് പൊന്നൂന്ന് പതറി. "ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കോ?" അവൾ അപ്പുവിനെ പാളി നോക്കി പതിയെ പിറുപിറുത്തു. "വാ പൊന്നു, നിനക്ക് ഇവിടെയൊക്കെ കാണണ്ടേ?" അപ്പു ആവേശത്തോടെ ചോദിച്ചു. അത് വേണം. പക്ഷെ കാവിലേക്കൊന്നും ഞാനില്ല. എനിക്ക് പേടിയാ." പൊന്നു പെട്ടെന്ന് പറഞ്ഞു. "എന്നാ അവിടേക്ക് കൊണ്ടുപോകണ്ട അപ്പു. ബാക്കിയുള്ളിടം കാണിച്ചു കൊടുക്ക്. കുളത്തിന്റെ ഭാഗത്തേക്കും പോവണ്ട. അത് പൂട്ടിയിട്ടിരിക്കുക." രേഖ പറഞ്ഞു. "ശരി ചെറിയമ്മേ." അപ്പു സമ്മതിച്ചു. "എന്നെ കാവിലേക്ക് കൊണ്ടുപോകണട്ടോ ദേവേട്ട. എനിക്ക് കാണണം." ജ്വാല ആവേശത്തോടെ പറഞ്ഞു. "ഈ സമയത്ത് വേണ്ടടാ കുഞ്ഞാ. നമുക്ക് വൈകുന്നേരം വിളക്ക് വെക്കാനാവുമ്പോ പോവാ. അങ്ങനെ തോന്നുന്ന സമയത്തൊന്നും പൊക്കൂടാന്നാ അച്ചമ്മ പറയാറ്." അഗ്നി ജ്വാലയെ ചേർത്ത് പിടിച്ചു. "ശരി, അങ്ങനെ മതി. കൊണ്ടുപോയാ മതി." അവളെ സമ്മതിച്ചു. മീനു, അഗ്നി, അപ്പു, മോഹന, ചിത്തു എല്ലാം പറഞ്ഞ തറവാടിന്റെ കഥകളിൽ കുടുംബക്ഷേത്രത്തോടൊപ്പം കേട്ടതാണ് ആ നാഗക്കാവ്. പേടിയുണ്ടെങ്കിലും അന്ന് തൊട്ട് മനസ്സിൽ വല്ലാത്ത ആഗ്രഹ അവിടെയെല്ലാം കാണണമെന്നുള്ളത്. ഏതോ സിനിമയിലെ മനോഹര കാഴ്ച പോലെ കാണാൻ അത്രമേൽ ആഗ്രഹിക്കുന്ന കാഴ്ച. ജ്വാല പുഞ്ചിരിയോടെ ഓർത്തു. "എന്നാ ഞാനിവളെ ഇവിടെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വരാം അച്ചമ്മേ." അഗ്നി വസുന്ധരയോട് പറഞ്ഞുകൊണ്ട് ജ്വാലയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. "ഇനി നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? വരുന്നില്ലേ?" ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരി ഒതുക്കിക്കൊണ്ട് അപ്പു പൊന്നുവിനോട് ചോദിച്ചു. "ഏ, ആ വരിക. മീനു, നീയും വാടി." പൊന്നു വേഗം മീനുവിനെ കൂടെ വിളിച്ചു. "അതെന്താ, നിനക്ക് തനിച്ചു വന്നാ?" അപ്പുവിന്റെ മുഖം കനത്തു. "ഏയ്, ഒന്നുമില്ലല്ലോ. അത് മീനു കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി കളറാവും, അതാ." പൊന്നു പറഞ്ഞ് അപ്പുവിനെ നോക്കി ചിരിച്ചിട്ടും അപ്പുവിന്റെ മുഖം തെളിഞ്ഞിട്ടില്ല. "ഞാനില്ലടി, നിങ്ങൾ പോയിട്ട് വാ. അല്ല, വ്യാസേട്ടൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോവാട്ടോ." ഒരു ഗ്യാപ്പ് കിട്ടിയതും ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ മീനു വ്യാസിനോട് പറഞ്ഞു. പക്ഷെ തറവാട്ടിലുള്ളവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും കാര്യം മനസ്സിലായിരുന്നു. "അത് ശരിയാ, മോനും ഇവിടെയൊക്കെ കാണണ്ടേ?" മായ ചോദിച്ചു. "ഏയ്, ഞാൻ പിന്നെ കണ്ടോളാം ആൻറ്റി. ഇനി സമയമുണ്ടല്ലോ, ഇപ്പൊ വേണ്ട." മീനുവിന്റെ തിളങ്ങുന്ന കണ്ണിലേക്ക് നോക്കി കുറുമ്പോടെ വ്യാസ് പറഞ്ഞു നിർത്തി. മീനുവിന്റെ കവിൾ ബലൂൺ പോലെ വീർത്തുപോയി. അവന്റെ പറച്ചിൽ കേട്ടതും അപ്പൂന് ചിരി വന്നുപോയി. "അപ്പൂട്ടാ!" മീനു ദേഷ്യത്തോടെ വിളിച്ചു. "ഒത്തില്ല, ഒത്തില്ല. സാരല്ല. എന്റെ കുട്ടി കുറച്ചു നേരം പോയിട്ട് ചാച്ചിക്കോ. ഞങ്ങൾ പോയി ഇവിടെയൊക്കെ കണ്ടിട്ട് വരാം. വാ പൊന്നു." മീനുവിനെ കളിയാക്കി അത്രയും പറഞ്ഞുകൊണ്ട് അപ്പു പൊന്നുവിന്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു. അപ്പോഴേക്ക് അഗ്നിയും ജ്വാലയും അവിടെ നിന്ന് പോയിരുന്നു. പൊന്നു അപ്പുവിന്റെ മുഖത്തേക്കും തന്റെ കൈകൾ കോർത്തു പിടിച്ചിരിക്കുന്ന അവന്റെ കൈകളിലേക്ക് നോക്കി. അപ്പു അത് കണ്ടെങ്കിലും ചിരിയോടെ അവളുമായി അവിടെ നിന്ന് പോയി. മീനു ചിത്തുവിനെ മോഹനെയും കൂർപ്പിച്ചു നോക്കി. "നിങ്ങളെയൊക്കെ വിശ്വസിച്ച് കൂടെ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. വന്നിട്ട് എത്ര നേരമായി? വലതും നടക്കുവോ?" ദേഷ്യത്തോടെ ചിത്തുവിനോടും മോഹനോടും ചോദിച്ചുകൊണ്ട് അവൾ വ്യാസിനെ തറപ്പിച്ചു നോക്കി അകത്തേക്ക് കയറിപ്പോയി. അവളുടെ പോക്ക് കണ്ട് മോഹനും ചിത്തുവും വനജയും വ്യാസും ചന്ദ്രനും ചിരിയൊതുക്കി. "അതെന്താ പെണ്ണ് അങ്ങനെ പറഞ്ഞിട്ട് പോയേ?" സുരേഷ് ചോദിച്ചു. "അതാ സുരേഷ് ഏട്ടാ ഞാനും ആലോചിച്ച്. എന്ത് നടക്കുമെന്ന ഏട്ടത്തി മീനൂട്ടി ചോദിച്ചേ?" മായ സംശയത്തോടെ ചിത്തുവിനോട് ചോദിച്ചു. "പറയാ, എല്ലാം പറയാ. സമയമുണ്ടല്ലോ." ചിത്തു എന്തെങ്കിലും പറയും മുന്നേ മോഹൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഒന്നും മനസ്സിലായില്ലെങ്കിലും മായ വെറുതെ തലയാട്ടി. തുടരും.